സുജിത്ത് തുടരുക. ഇപ്പോൾ ശ്രീ മോഹൻലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻലാൽ, മലയാളത്തിന്റെ ശ്രീനിവാസൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ കാര്യമാണ് രാവിലെ കേട്ടത്. മലയാളത്തിന്റെ ശ്രീനിവാസൻ എന്ന് തന്നെ പറയാം. കാര്യം വേറെ ചില ആൾക്കാരങ്ങനെയാണല്ലോ, നമുക്ക് ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശ്രീനി എന്നൊക്കെ പറയുന്നത് ഒരുപാട് വർഷത്തെ സൗഹൃദവും ഒരുപാട് സിനിമകളും ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ഞാനും സത്യേട്ടനായിട്ടും അല്ലെങ്കിൽ ശ്രീനിവാസനോ പ്രിയദർശൻ, അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളും ഒരു ഭയങ്കരമായിട്ടൊരു സർക്കാസ്റ്റിക് സൊസൈറ്റി, എങ്ങനെ സൊസൈറ്റിയിലെ ചില കാര്യങ്ങളെ വളരെ സർക്കാസത്തോടുകൂടി നേരിടുന്ന ഒരാളായിരുന്നു. അത് ഹ്യൂമറിലൂടെ നേരിടുന്ന ആളായിരുന്നു. എനിക്ക് എൻ്റെ സിനിമകളിലെ ഏറ്റവും നല്ല സിനിമകൾ എന്നൊക്കെ പറയാൻ വിശേഷിപ്പിക്കാവുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസന്റെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആക്ടേഴ്സ് ശ്രീനിവാസന്റെ ആ ഒരു ഈറ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്ത സമയമായിരുന്നു. അതിന്റെ ഭാഗമായി മാറാൻ സാധിച്ചു. ഒരു സുഹൃത്തല്ല ശ്രീനിവാസൻ, അതിലും വലിയ ബന്ധമായിരുന്നു ഞങ്ങൾ. ശരിക്കും മലയാളിയെ സംബന്ധിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ എന്നുള്ളത് രണ്ടായി പറയുന്നില്ല, ആ പേരുകൾ ഒന്നിച്ച് ചേർത്ത് പറയുന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ കണ്ടു വളർന്നത് നിങ്ങളെയാണ്. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഏതെങ്കിലും ഒരു ഓർമ്മ എടുത്തു പറയാൻ ചോദിച്ചാൽ അങ്ങേക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അത്രത്തോളം ആ ബന്ധത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും അങ്ങേക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൗഹൃദം എന്നുള്ളതിലുപരി അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിമിഷങ്ങളിലൂടെ എല്ലാം നല്ല മോശം എന്ന് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ സുഹൃത്തും തനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദനയിൽ തന്നെയാണ് ഞാൻ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. ബാക്കി ശ്രീനിവാസന്റെ ബാക്കി കാര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പൊ അതിന്റെ ഒരു തിരക്കും കൂടാണ്. അപ്പൊ അങ്ങ് വിളിച്ചുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. നന്ദി ശ്രീ മോഹൻലാൽ. ഈ ബുദ്ധിമുട്ടേറിയ സമയത്തും ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചതിന്, പ്രേക്ഷകരോട് അവിയോഗ വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതിന്. മോഹൻലാലാണ് ഇപ്പോൾ ശ്രീനിവാസനെ അനുസ്മരിച്ചത്.